അപ്പോളേ നമ്മളിന്നിവിടെ റെഡിയാക്കി എടുത്തേക്കുന്നത് ഒരു പാകിസ്ഥാനി സ്റ്റൈൽ ചിക്കൻ റൈസാണ്. വളരെ പെട്ടെന്ന് കുക്കറിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് കുക്കറിലേക്ക് കുറച്ച് ഓയിലും ഗീയും ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഹോൾ സ്പൈസസ് ഇട്ടിളക്കുക. അതിന് ശേഷം സവാള ചേർത്ത് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. പിന്നീട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് ഉപ്പിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇത് അത്യാവശ്യം നല്ലോണം ഒന്ന് കുക്കായതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുമിൻ പൗഡറും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി അത്യാവശ്യം കുക്കായതിന് ശേഷം ഒരു 1 or 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കുക്കായതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വെച്ച ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ലെഗ് പീസസ് ഒക്കെ പോലത്തെ ചിക്കൻ പീസസാണ് എടുത്തേക്കുന്നത്. അങ്ങനത്തെ ഉള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക കൂടുതലും. അതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒരു 2 വിസിൽ വരെ ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം. ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്ന വെള്ളത്തിലാണ് നമ്മൾ അരിയും വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം ഇതിൻ്റെ അന്ന് ചിക്കൻ പീസസ് മാത്രം കോരി മാറ്റിയെടുത്ത് വെക്കുക. പിന്നെ ഇതിൻ്റെ അന്ന് ബാക്കി വരുന്ന സ്റ്റോക്ക് നമ്മൾ അളന്ന് ഒഴിച്ച് മാറ്റി വയ്ക്കണം. പിന്നെ അതിന് ശേഷം കുക്കറിലേക്ക് തന്നെ സ്റ്റോക്ക് നമ്മൾ അളന്ന് ഒഴിക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. അരി ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. കഴുകി ക്ലീനാക്കി വെച്ചേക്കുന്ന അരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ പീസസും കൂടെ ചേർത്ത് കുക്കർ ക്ലോസ് ചെയ്ത് നമ്മളൊരു 2 വിസിൽ വരെ വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് 2 വിസിൽ വരെ വേവിച്ചെടുക്കുക. പിന്നെ വിസിലെല്ലാം പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുക. നല്ലോണം വെന്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ടായിരിക്കും. ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ചിക്കനൊക്കെ നല്ലോണം വെന്ത് നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ടൈപ്പാണിത്. ഇതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ ചട്നിയും കൂടെ ചേർത്ത് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.